ഗവൺമെന്റ് അറിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഗവൺമെന്റ് മുടിയില്ലേ? ഈ മന്ത്രവും ജപിച്ചിട്ട് ഈ സർപ്പങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് മാറ്റിയാൽ എടുക്കാൻ ഒക്കും, അല്ലെങ്കിൽ അത് കൊത്തും. ചിലത് അർഹിക്കാത്തവരെടുത്താൽ അവർക്ക് നാശം വരും. അതിനുമുണ്ട് ഇപ്പൊ സ്പെഷ്യൽ മന്ത്രങ്ങളും ഒക്കെ. ചിലത് ചില കാലയളവിൽ പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടും, അല്ല എങ്കിൽ പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് ശേഷം മരണകാലമാകുമ്പോൾ, മക്കളൊക്കെ ധൂർത്തടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയത്തില്ല പ്രധാനി. സർ, എൻ്റെ കുഞ്ഞിലെ മുതൽ കേട്ട് കേട്ട് കാണണം എന്നും എന്താണെന്ന് അറിയണം എന്നും എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒന്നാണ് നിധി. ഈ തെക്കൻ കേരളത്തിലൊക്കെ ഒരുപാട് നിധിയുണ്ട്. നിധി മണ്ണിനടിയിലായിരിക്കും ഉണ്ടാവുക. നമ്മളത് ഈ സിനിമയിലൂടെയും മറ്റുള്ളവർ പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ള അറിവാണ്. ശരിക്കും നിധി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കുക? ഉണ്ടോ നിധി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നിധിയുണ്ട്. നിധി കിട്ടിയവരുമുണ്ട്, അത് ഉപയോഗിച്ചവരുണ്ട്, ഉപയോഗിച്ചിട്ട് നാശമടഞ്ഞവരുണ്ട്. അതെന്താ നാശമടയുന്നത്? ചില വിധികൾ, അതിനപ്പോൾ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ നിധി വരുന്നതെന്ന് അവിടെ പറയേണ്ടിയിരിക്കുന്നു. നിധി എങ്ങനെയാണ് വരുന്നത്? പഴയ കാലത്തെ ആളുകൾ ഇന്നത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മമായി ജീവിക്കുന്നവരാണ്. വളരെ ചിന്തിച്ചൊക്കെ ആർഭാടം കാണിക്കുന്നതിൽ വളരെ പിന്നില്ല. ഒരു നാലുകെട്ടിൽ 24 പേരാണ് മിനിമം ഉണ്ടായിരിക്കുന്നത്. 40 പേരാകുമ്പോൾ നിർബന്ധമായിട്ടും അടുത്ത വീട് വെച്ച് പോകണം. 24 പേര് കുറഞ്ഞതൊരു നാലുകെട്ടിനകത്ത് ഉണ്ടാകും. കൂടാതെ തെക്കിനെയും വടക്കിനെയും കാണാം. തെക്ക് വശത്തെ കെട്ടിടത്തിൽ 12 മുറി, വടക്ക് വശം 12 മുറി. പ്രധാനിയായിരിക്കും. പ്രധാനിയും ഏറ്റവും അടുത്ത അവരുടെ ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിരിക്കും പ്രധാന നാലുകെട്ടിൽ നിൽക്കുന്നത്. അല്ല പിന്നെ 8 കെട്ടുണ്ട്. ഇങ്ങനെ പല വിധികളുണ്ട്. 12 കെട്ട്, അതിൽ 4 കെട്ടിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സ്വത്തുക്കളൊക്കെ അധികമായി കഴിയുമ്പോൾ, പണമൊക്കെ അധികമായി കഴിയുമ്പോൾ സ്വർണ്ണമാക്കി മാറ്റും. സ്വർണ്ണമാക്കി മാറ്റുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ തലമുറയിൽ ഇവർക്ക് ആർക്കും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ സ്വത്തുക്കളൊന്നും, ഈ പണമൊന്നും. അന്നത്തെ കാലത്ത് നമ്മൾ പുരാതന കേരളത്തിലെ, പുരാതന ഭാരതത്തിലെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ധനികരായിട്ട് ഒന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പണിക്കാരെ, രണ്ടാമത് പറയുന്നത് ചെട്ടിയാന്മാര്, ഈ വാണിജ്യ വൈശ്യ വിഭാഗങ്ങൾ. ഇവരാണ് വലിയ ധനികരായിട്ട് നമ്മൾ ഏത് പുരാതന കഥകൾ 1700-കൾ വരെയുള്ള എല്ലാം എടുത്ത് നോക്കുമ്പോൾ പറയുന്നത് ഇവരെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നമ്മൾ സ്വർണ്ണമാക്കി വാങ്ങിച്ചിട്ട് ഇത് സൂക്ഷിക്കും. എന്നിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടും. പാൽ വൃക്ഷം എന്ന് വെച്ചാൽ കറ പാല് പോലെ ഇരിക്കുന്നത് പാൽ വൃക്ഷം. പാല, അതുപോലെ തന്നെ പ്ലാവാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകിൽ നിധി കുഴിച്ചിട്ട് ഈ സ്വർണം കുഴിച്ചിട്ടിട്ട് അത് നാണയമായിട്ടോ കുഴവിക്കല്ല് ഒക്കെ ആയിട്ട്, ഈ അരകലിന്റെ കുഴവി, ആ രൂപത്തിലൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ പേർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതെങ്കിലും രൂപത്തിലാക്കിയിട്ട് ചിലപ്പോൾ ചെപ്പിനകത്തിട്ട് മാലകളും മറ്റ് നാണയങ്ങളും ഒക്കെ ആയിട്ടും ഒക്കെ ഇത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാവ് വെച്ച് പിടിപ്പിക്കും. അല്ല എങ്കിൽ പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് ശേഷം മരണകാലമാകുമ്പോൾ, മക്കളൊക്കെ ധൂർത്തടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയത്തില്ല പ്രധാനി, മരണകാലമാകുമ്പോൾ അടുത്ത തലമുറയോട് പറയും, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദാരിദ്ര്യം വന്നാൽ, എന്ന് വെച്ചാൽ ദാരിദ്ര്യം വരാനുള്ള ഒരു വഴിയുമില്ല, അത്രയും ആസൂത്രിതമായി സൂക്ഷ്മമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ. കടം പോകാനുള്ള എല്ലാ കുടുംബങ്ങളിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നാലുകെട്ടിലെ ഒരു പ്രധാന ചർച്ച എല്ലാ ദിവസവും അതാത് കൃഷിയിടങ്ങളിൽ നിന്ന് എത്ര വിളവ് കിട്ടിയില്ല, ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു, എപ്പോൾ സംസാരിച്ചു, നമുക്ക് വിരുദ്ധമായ സംസാരം ഉണ്ടായോ, നമ്മളെ ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിച്ചോ, നമ്മുടെ അതിരുകളിലേക്ക് മറ്റുള്ളവർ കടന്നു വന്നോ, ഇതൊക്കെ ചോദിക്കും. ഇതെല്ലാം ഒരു ദിവസം വൈകുന്നേരത്തിനുള്ളിൽ ചർച്ചയുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ഒരു ചോദിക്കുന്ന, രാത്രിയിലും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ പോലെ കുടുംബാധിഷ്ഠിതമായ കാര്യങ്ങളെ അവഗണിക്കുന്ന രീതിയല്ല, ചർച്ചകളാണ്. അപ്പോൾ ഈ സ്വർണം ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് പറയും, അവസാനമേ പറയുള്ളൂ, ഇന്നിടത്ത് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്, നിനക്കോ നിന്റെ തലമുറകൾക്കോ ആവശ്യമായി വരുന്നു എങ്കിൽ അതെടുക്കാം എന്ന് പറയും. പക്ഷെ ഇത്രയും സൂക്ഷ്മമായി ജീവിച്ച കാരണവർക്കും അദ്ദേഹത്തിന് മക്കൾക്കും ഒക്കെ അതേ സംസ്കാരമായതുകൊണ്ട് 2-3 തലമുറയ്ക്ക് ഇത് ആവശ്യം വരില്ല. അപ്പൊ ഈ മകനും അല്ലെങ്കിൽ ഈ അടുത്ത തലമുറയിലെ ആളും പറയുന്നത്, എൻ്റെ അച്ഛൻ ഇന്നടത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അദ്ദേഹം മരണകാലമാകുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും ദാരിദ്ര്യം വരുന്നെങ്കിൽ അതെടുക്കണം. പിന്നെ അതിൻ്റെ അടുത്ത തലമുറ എന്തായിരിക്കും പറയുന്നത്, എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോണം. അതുപോലെ ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുമോ, ഇപ്പൊ 3 തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല, അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അച്ഛൻ്റെ അച്ഛനാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ 3-4 തലമുറ കഴിയുമ്പോഴേക്ക്, ഈ 4-5 തലമുറ കഴിയുമ്പോഴത്തേന് ഇത് അഭ്യൂഹമായി മാത്രം മാറി ഇതങ്ങ് മങ്ങിപ്പോവും.
ഉണ്ടെന്ന് പറയുന്നു, ആർക്കറിയാം എന്നൊക്കെയാകും. മനസ്സിലായില്ലേ? അവിടെ ഉണ്ടോ എന്ന് ആർക്കറിയാം. പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി പരസ്പരം ചിന്തിച്ചും ആലോചിച്ചും കൂടിയാലോചനകൾ നടത്തി ജീവിക്കുന്നവരായതുകൊണ്ട് ഇവർക്കൊന്നും വലിയ ക്ലേശം വരില്ല. പിന്നെ പരദേവതകളെ ഉപാസിക്കുന്നതിൽ ഒട്ടും പിന്നിലായിരിക്കുകയില്ല. ബലിച്ചാർത്ത് വെച്ചൊക്കെ, എൻ്റെ തന്നെ വീട്ടിൽ ബലിച്ചാർത്ത് വെച്ച് ബലിയിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. 1990-ലാണ് ഏറെക്കുറെ നിന്നത്. ഒരു മാസം തന്നെ എത്രയോ ബലികളായിട്ടുണ്ട്. അച്ഛൻ്റെ അപ്പൂപ്പന്മാരുടെ അച്ഛന് വരെയുള്ള ബലി ഞാൻ കണ്ടു. അപ്പം ഞങ്ങൾ പിള്ളേരെയും ഒരുക്കി ഇതൊക്കെ ബലിയിടിപ്പിക്കുമായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി, ചിലരുടെ മാത്രമായി. പിന്നെ അവസാനം ഇപ്പോൾ കർക്കിടകവാവിന്റെ ഒരു പൊതുബലി മാത്രമേ ആയി. അല്ല സർ, ഇപ്പൊ നിധിയുള്ള ഭൂമി അത് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കാനൊക്കെ ജ്യോതിഷത്തിലൂടെ അറിയാമല്ലോ. ജ്യോതിഷം നോക്കുന്ന ഒരാൾക്കറിയാം ഈ ഭൂമിയിൽ നിധിയുണ്ടോ ഇല്ലയോ. അതെങ്ങനെ? അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഉപാസനാ ബലമുള്ള ഒരാൾ, മന്ത്രശക്തിയുള്ള ഒരാൾ ജ്യോതിഷം നോക്കുമ്പോൾ എളുപ്പം അറിയാം. അതെങ്ങനെയെന്നുള്ളത് അത് അവരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സാറിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അപ്പൊ ആ ഭൂമിയിൽ പ്രത്യേകത എനിക്കറിയാം. വന്ന് നിന്നാൽ അറിയാം, ജ്യോതിഷം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഭൂമിയിൽ. അപ്പൊ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ജ്യോതിഷത്തില്. ചിലർക്ക് അത് റീഡ് ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ്. ഈ നിധി പിന്നെ എടുക്കുന്ന, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായി ചിന്തിക്കുന്നവരുടെ വീടുകളിൽ ഇതിന്റെ ആവശ്യം പിന്നെ വരുന്നില്ല എടുക്കേണ്ടതായിട്ട്. ഇവരെങ്ങനെയാണ് വെക്കുന്നത് എന്നൊരു സംഭവമുണ്ട്, അതാണ് അറിയേണ്ടത്. സർപ്പങ്ങളെ ഇപ്പൊ പ്രേക്ഷകർക്ക് കൂടുതലും അപ്പൊ അത് കഴിഞ്ഞുപോയി. ഇനിയിപ്പൊ നമ്മുടെ ഭൂമിയിൽ നിധി ഉണ്ടെങ്കിൽ അതെ, അത് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, അതിനെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് അറിയണം. അപ്പോഴ് ഈ സർപ്പങ്ങളെ ആവാഹിച്ച് കാവലിരുത്തിയിട്ടായിരിക്കും വെച്ചു കൊടുക്കുന്നത്. ഈ സർപ്പങ്ങൾ ഇതിന് ചുറ്റി തിറ കൂടി ഇങ്ങനെ ഇരിക്കും. അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ സ്വർണം എടുക്കുക ബുദ്ധിമുട്ടാണ്. രത്നങ്ങളും സ്വർണമൊക്കെ എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതിന് ഈ സർപ്പങ്ങളെ ഒഴിച്ച് ആവാഹിച്ച് മാറ്റാൻ തന്നെ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ പിൽക്കാലത്ത് പോയി. ഒന്നാമത് തന്ത്രശാസ്ത്രവും ആഗമശാസ്ത്രങ്ങളും, ആഗമം, യാമലം, മുഖ്യം എന്ന് പറഞ്ഞ 3 വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഏറെക്കുറെ നശിച്ച ഒരു കാലയളവിലാണ്, മാഞ്ഞു പോയിരിക്കുന്ന ഒരു കാലയളവിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ സ്വരൂപിച്ച് പഠിച്ചിരിക്കുന്നവർ മാത്രമുള്ള ഒരു കാലയളവിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ മന്ത്രങ്ങൾ, അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മന്ത്രവും ജപിച്ചിട്ട് ഈ സർപ്പങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയാലേ എടുക്കാൻ ഒക്കും, അല്ലെങ്കിൽ അത് കൊല്ലും. അങ്ങനെയുണ്ട്. ചിലത് അർഹിക്കാത്തവരെടുത്താൽ അവർക്ക് നാശം വരും, അതിനുമുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ മന്ത്രങ്ങളും ഒക്കെ. ചിലത് ചില കാലയളവിൽ പൊങ്ങി വരുമെന്നാണ് പറയുന്നത്, അങ്ങനെയുണ്ട്. പിന്നെ അധിഷ്ഠാന ദേവതകൾ അല്ലെങ്കിൽ സർപ്പങ്ങളെയാണ് ഭൂരിപക്ഷവും ഞങ്ങളുടെ ഓണാട്ടുകരയിലൊക്കെ ആവാഹിച്ചിരുന്നത്. ഇത് കൂടാതെ തന്നെ അധിഷ്ഠാന ദേവതകളെ സങ്കല്പിച്ച് അവരെ ഏൽപ്പിച്ചു വയ്ക്കും. അതിനെ പിന്നെ ആ ദേവതയുടെ കൈകളിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് പ്രത്യേക മന്ത്രങ്ങളും ഉപാസനകളും ഒക്കെ ഉണ്ടായിരിക്കണം. ഇത് 4 കെട്ടുകളിൽക്കകത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഭൂമിക്കകത്ത് തന്നെ സ്ഥാപിച്ചവരുണ്ട്, വീടിനകത്ത്, വീടിൻ്റെ ഏറ്റവും ഒത്ത മധ്യത്തിൽ സ്ഥാപിച്ചിരുന്നവരുണ്ട്. അതൊരിക്കൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നോ ഏതോ ഒരു ജില്ലയിൽ, വടക്കൻ കേരളത്തിൽ ഒരു 10-14 വർഷം മുമ്പ് തോന്നുന്നു, ഏതോ ഒരു മന പൊളിച്ചപ്പോൾ അവരെല്ലാം മന പൊളിച്ച് വിറ്റു. അതേതൊരു മറ്റൊരു മതക്കാരനോ മറ്റോ ആണ് വിലയ്ക്ക്, മറ്റൊരു മതക്കാരനാണ് വിലയ്ക്ക് വാങ്ങിച്ചത്. അയാൾ അതിനകത്തുനിന്ന് 1-2-3 വിഗ്രഹം കിട്ടി. അതിലെ അടുക്കള പൊളിച്ചപ്പോൾ അടുക്കളയിൽ ഇവരെല്ലാം വിറ്റ് ഈ നാട് വിട്ടേ പോയി ഉടമസ്ഥര്, മനയുടെ ഉടമസ്ഥര്. അപ്പോഴത് പൊളിച്ചപ്പോഴേ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ആ അടുക്കളയുടെ അടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിഗ്രഹം, അടുക്കള ഭഗവതി സങ്കല്പമൊക്കെ ഉണ്ട് പണ്ട്. അടുക്കളയിലാണ് ലക്ഷ്മിയുടെ അധിവാസം. പണം, എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ദേവിയുടെ പല ഭാവങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വേറെ വിശദീകരണങ്ങളുണ്ട് ഒത്തിരി. അങ്ങനെ അടുക്കള ഭഗവതിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കല്പത്തിൽ ആ ഭൂമിക്കകത്ത്, ആ തറയ്ക്കകത്തൊരു വിഗ്രഹം കിട്ടി. ഇത് കൈ കിട്ടിയപ്പോൾ തൊട്ട് ഇവർക്ക് നാശമാണ്. തൃശ്ശൂർ ജില്ലയാണെന്നാണ് തോന്നുന്നത്, അതോ വടക്കൻ എന്നെ. അപ്പോൾ ഇവരെന്തോ എടുത്തു, എവിടെയോ ഒരു ജ്യോതിഷം നോക്കി, ആരുടെയോ അടുക്കൽ പോയി. അതോ ഇനി സിദ്ധന്മാരുടെ അടുക്കലാണോ, യോഗികളുടെ അടുക്കലാണോ, ജ്യോത്സ്യന്മാരുടെ അടുക്കലാണോ ഒന്നും അറിയില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വിഗ്രഹം കിട്ടിയിട്ടുണ്ട്, താങ്കൾക്ക് കൊണ്ട് തന്നാൽ അത് കുഴപ്പം വരുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. പിന്നീട് ഇവരെന്നെ വിളിച്ചു, വേറെ ഭാഗം പൊളിച്ചപ്പോഴും കിട്ടി. ഇത് ഇവർക്ക് കിട്ടിയപ്പോൾ മാൻഡ്രേക്ക് വന്ന പോലെ ആയിപ്പോയി, അവർക്ക് വലിയ നാശം ആയിപ്പോയി. അതുകൊണ്ട് അവർക്ക് ദോഷമായി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇവിടേക്ക് കൊണ്ടുവരാനും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. അപ്പോൾ നിധിക്കൊക്കെ പല സ്വഭാവങ്ങളാണ്. ഇത് എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളൊരു നിധി മറ്റൊരാൾക്ക് കിട്ടിയിട്ട് അവർ വയറ് വീർത്ത് മരിക്കുകയായിരുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അർഹർക്കേ കിട്ടത്തുള്ളൂ, കിട്ടാവൂ, അങ്ങനെയൊക്കെയുണ്ട്. ഇതുള്ള ഭൂമിക്ക് പ്രത്യേക കാന്തിക ശക്തിയായിരിക്കും. അവിടെ കിട്ടാതെ തന്നെ വീട് വെച്ച് താമസിക്കുന്നവർക്കൊക്കെ വളരെ സൗഖ്യമായിരിക്കും. അങ്ങനെയുണ്ട്.
നിധി ഉള്ള ഭൂമിയിൽ ജീവിക്കാനൊക്കെ എന്ന് പറഞ്ഞൊരു മഹാഭാഗ്യം. ഇപ്പൊ നിധി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ആ നിധി കിട്ടിയാൽ അതിനെ ഉചിതമായ രീതിയിൽ എന്തൊക്കെ വേണോ എന്ന് തീരുമാനിക്കണം. അത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. സർപ്പങ്ങൾ കാവലിരുന്നതോ അധിഷ്ഠാന ദേവതകളൊക്കെ കാവലിരുന്നതോ ഒക്കെ ആയിരിക്കും. അത് കിട്ടിയാൽ ഉചിതമായ കാര്യങ്ങൾക്ക് ആർഭാടം കാണിക്കാനോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കാണിച്ചവരൊക്കെ ഉണ്ട്. എല്ലാം മുടിഞ്ഞു മുക്കറയിട്ടു. അല്ല, ഇപ്പൊ നിധി കിട്ടുവാണെ ഗവൺമെന്റ് കൊണ്ടുപോവില്ലേ? അങ്ങനെയാണ് ഇപ്പം ഗവൺമെന്റ് അറിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഗവൺമെന്റ് മുടിയില്ലേ? ഇല്ല. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇതിനൊക്കെ പങ്ക് പറ്റിയവരും ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയും. ഈ ഗവൺമെന്റിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ എല്ലാം എങ്ങനെയോട്ട് പോയി അത് നമുക്കറിയാനൊക്കെ. അതിന്റെ അതൊക്കെ പിന്നെ പങ്കുവെച്ച് പോകുന്നവരെല്ലാം നശിക്കും. പങ്കുവെച്ചവരെല്ലാം നശിക്കും. അതിനൊത്തിരി കഥകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് പങ്കുവെച്ച് പോയവരൊക്കെ നശിക്കുന്നതിനെ കുറിച്ച്. ഇതിനൊന്നും കയറി നമ്മൾ കൈ കൊടുക്കാതിരിക്കാൻ നല്ലത്. ചില ഭൂമിയിൽ എത്തുമ്പോൾ തന്നെ നമുക്കറിയാനൊക്കെ. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.